ബഹുമാനപ്പെട്ട മലായികത്ത് പിന്നെ ചോദിച്ചു അമീന ഖൽഖക അശദ്ദു മിനൽ ഹദീദി, ഇരുമ്പിനെക്കാളും വലിയതെന്തെങ്കിലും നീ പഠിച്ചിട്ടുണ്ടോന്നോ? കാരണം അള്ളാഹ് പറഞ്ഞു ഉണ്ട്. അന്നാറു, തീനെ പഠിച്ചിട്ടുണ്ട്. ഏത് ഇരുമ്പിനെയും മാറ്റാൻ തീന് കഴിയും എന്ന് പറഞ്ഞു. അജ്ജബത്തിൽ മലായിക, അത് കേട്ട മലക്കൾക്കായാലും വലിയ പർവ്വതത്തെക്കാളും ശക്തിയുള്ള, ഇരുമ്പിനെക്കാളും ശക്തിയുള്ള വസ്തു ഇനിയുണ്ടല്ലോ, തീയ്. മലക്കൾക്ക് വലിയ അത്ഭുതം. അപ്പോൾ ചോദിച്ചു അമീന ഖൽഖക അശദ്ദു മിനൻ നാരി, തീനേക്കാൾ ശക്തിയുള്ള വേറെ എന്തെങ്കിലും നീ പഠിച്ചിട്ടുണ്ടോ? കാരണം അള്ളാഹ് പറഞ്ഞുകൊണ്ട് അൽമാഉ, വെള്ളം. ഏത് തീയിനെയും അണക്കാൻ വെള്ളത്തിന് കഴിയും. വെള്ളത്തിന് പഠിച്ചിട്ടുണ്ട്. അജ്ജബത്തിൽ മലായിക, വെള്ളത്തിന്റെ ശക്തി പറഞ്ഞപ്പോൾ മലക്കുകൾക്ക് വീണ്ടും അത്ഭുതം. അപ്പോൾ ഫഖാലു, മലക്കുകൾ വീണ്ടും ചോദിച്ചു അമീന ഖൽഖക അശദ്ദു മിനൽ മാഇ, വെള്ളത്തിനേക്കാൾ ശക്തിയുള്ള വേറെ എന്തെങ്കിലും നീ പഠിച്ചിട്ടുണ്ടോ? ഫഖാല, അള്ളാഹു പറഞ്ഞു നഅം, ഉണ്ട്. അർരിഹു, കാറ്റ്. ഹുവല്ലദീ യുർസിലു റിയാഹ ബിശ്റൻ ബൈന യദൈ റഹ്മതി, അടിച്ചു വീശുന്ന കാറ്റിനെ കൊണ്ട് മേഘക്കൂട്ടങ്ങളെ അടിച്ചു പറത്തുന്നവനാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആൻ. വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ ഫജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാതിൻ അൽഫാഫ. അത്രയും വലിയ കരുത്തുണ്ട് കാറ്റിന് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മലക്കുകൾക്ക് വീണ്ടും അത്ഭുതം. അപ്പോൾ മലക്കുകൾ ചോദിച്ചു അമീന ഖൽഖക അശദ്ദു മിനർ റീഹി, കാറ്റിനേക്കാളും വലിയ ശക്തിയുള്ള നീ വല്ലതും പഠിച്ചിട്ടുണ്ടോ? കാലനാം, അല്ലാഹു പറഞ്ഞുകൊണ്ട് സദഖതു ബിനി ആദം ലാ യഅരിഫു യമീനഹു ശിമാലുഹു. അപ്പോൾ ചുരുക്കത്തിൽ അല്ലാഹുവിനോട് യോജിക്കാത്ത വിഷയം അല്ലാഹുവിലേക്ക്, അല്ലാഹുവിനെ പറ്റി പറയുക. അതുപോലെ തന്നെ അല്ലാഹുവിനെ അക്രമത്തിലേക്ക് ചേർക്കുക. മലയാളിമാരെ മാത്രല്ലേ അള്ളാഹ് കാണുള്ളൂ, നമ്മളെപ്പോലത്തെ സാധുക്കളെന്നും അള്ളാഹ് കാണൂല എന്ന് പറയാം. ഇത് പറയാറുണ്ടോ ഇല്ലേ? ഒന്ന് പറയും മനുഷ്യന്മാർ, എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? ഇത് പറയാറുണ്ടോ ഇല്ലേ? അള്ളാഹുവെ പഠിച്ച അപ്പോൾ മുർത്തതോ. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സിഫത്താണ് അൽ അദ്ലു, അള്ളാഹു നീതിയാകുന്നു. അള്ളാഹിന്റെ സിഫത്താണ് അവർ നിഷേധിച്ചത്. അള്ളാഹുവിനെ ദുൽമിലേക്ക് ചേർത്തു. മലയാളിമാരെ മാത്രമേ അള്ളാഹ് കാണുള്ളൂ, നമ്മളെന്നും അള്ളാഹ് കാണൂല എന്ന് പറയാം. അള്ളാഹിനെ ദുൽമിലേക്ക് ചേർത്തിരിക്കുന്നു എന്ന് പറയാം. മലയാളിൻ്റെ മകൻ ഗൾഫിൽ പോയി നല്ല ശമ്പളത്തിലെ ജോലി കയറി ഉഷാറായി. നമ്മളെങ്ങനെയോ വീട്ടിനെ തന്നെ വേറൊരാൾക്ക് പണയം കൊടുത്തിട്ടാണ് പോയത്. അത് അങ്ങനെ തന്നെ പിറ്റേന്ന് ഇങ്ങോട്ട് പിടിച്ച് കയറ്റുകയും ചെയ്തു. വണ്ടി വിസയായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് അള്ളാഹിനെ ചീത്ത അറിയാം. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഒരാൾമാർക്കൊക്കെ അല്ലേ അള്ളാഹിൻ്റെ വിധിയുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇവിടെ കഷ്ടപ്പെടാനാണ് വിധി എന്നാണ് പറയുക. നസബല്ലാഹ ഇലൽ ദുൽമി, അള്ളാഹുവിനെ അക്രമത്തിലേക്ക് ചേർക്കുക. ഫതറൽ അല്ലാഹു വളിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദു മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. സൂറത്തുൽ കഹ്ഫിന്റെ 49-ാമത്തെ വചനം. ഇമാം മുസ്ലിം തൻ്റെ, ഇമാം നവവി തൻ്റെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു. യഖൂലുല്ലാഹു ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറഞ്ഞു, യഖൂലുല്ലാഹു, അല്ലാഹു പറയുന്നുണ്ട്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതുൽ ദുൽമ അലാ നഫ്സി, ഞാൻ എൻ്റെ തടിയുടെ മേൽ അക്രമത്തെ ഹറാമാക്കിയിരിക്കുന്നു. ഞാൻ ഒരിക്കലും അക്രമം ചെയ്യുകയില്ല. വജഅൽതുഹു ബൈനകും മുഹറമ, ഞാൻ എൻ്റെ മേൽ ഹറാമാക്കിയ കാര്യം നിങ്ങളെ മേലും ഹറാമാക്കുന്നു, നിങ്ങളും അക്രമം ചെയ്യരുത് എന്ന് അല്ലാഹു പറയുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കണുണ്ടല്ലോ എല്ലാവരും അല്ലേ? ശ്രദ്ധിക്കണില്ലേ? ഒരു വട്ടം കൂടി ഷഹാദത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അള്ളാഹിന്റെ അസ്മാ സിഫാത്ത് കൊണ്ടോ അള്ളാഹിനെ പറ്റി പറയുമ്പോഴോ ഒരു തമാശ പറയാ, കളിയാക്കി പറയാ, ഒരു നിസ്സാരപ്പെടുത്തി പറയാ. കമാ യഫഅലു കസീറുൻ മിനൻ നാസി ഇൻദമാ യുദ്ആ ലഹു ഔ ലിഗൈരിഹി. ഒരാൾക്ക് വലിയൊരു വിഷമമുണ്ട്, ആ വിഷമം അല്ലാഹു തആല റാഹത്താക്കട്ടെ, യസ്സറക്കല്ലാഹ്. ഒരാൾക്കൊരു വലിയ വിഷമമുണ്ട്, അപ്പോൾ ആ വിഷമത്തിൻ്റെ സദസ്സിൽ കൂടിയ ഒരാൾ പറഞ്ഞു, യസ്സറക്കല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പാക്കി തരട്ടെ, അള്ളാഹു എളുപ്പാക്കി തരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഫയഖൂലു സാലിസു, കേൾക്കണ മൂന്നാമത്തെ ഒരാൾ പറയാ, അയ്യ ഷൈ അല്ലാ, എല്ലാ കാര്യത്തിലും അല്ലാ തന്നെയാണോ എന്ന് ചോദിക്കാം.
ഒരു അള്ളാ അള്ളാന്ന് മതിയോ എന്ന് ചോദിക്കുക. എന്താ അള്ളാ അള്ളാ, ഏത് വിഷയത്തിനൊരു അള്ളാ അള്ളാന്ന് തന്നെ ഉള്ളൂ എന്ന് ചോദിക്കുക എന്ന്. വളരെ ഇതൊക്കെ സർവ്വസാധാരണയായി നടക്കുന്നതാ. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇത് അള്ളാഹുവിനെ പേര് പറയുമ്പോൾ അള്ളാഹിനെ നിസ്സാരപ്പെടുത്തി പറയാം. അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലമ്മാ സനാ, വ്യഭിചരിക്കാൻ ഒരുങ്ങാണ്, ബിസ്മിയല്ലേ. അപ്പോൾ ഒരാൾ വ്യഭിചരിക്കാൻ വേണ്ടി ഒരുങ്ങാണ്, അപ്പോൾ ബിസ്മിയല്ലേ. അല്ലെങ്കിൽ അല്ലെങ്കിൽ കള്ളിന്റെ പാത്രം കയ്യിൽ പിടിച്ചു കുടിക്കാനുണ്ട് ഒരുങ്ങാണ്, പതിവ് തെറ്റിച്ചില്ല, ബിസ്മില്ലാഹിർ റഹ്മാൻ ഇസ്തിഗ്ഫാഫൻ, അള്ളാഹിനെ നിസ്സാരപ്പെടുത്തുക എന്ന്. അപ്പോൾ മുർത്തദാവും. ഉടനെ തർക്കമില്ലാത്ത വിഷയങ്ങളാണ് ഈ പറയുന്നത്. അള്ളാഹുവിനെ നിസ്സാരപ്പെടുത്തിയിട്ട് അള്ളാഹിന്റെ ഇസ്മിനെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ الذي خلق فسوى والذي فسبح باسم ربك باسمك العظيم. അള്ളാഹുവിന്റെ നാമത്തെ വാഴ്ത്തണമെന്ന് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അല്ലാഹു തആല പറയുന്നുണ്ട്. ആ വാക്കിനെ നിസ്സാരപ്പെടുത്തുക. കള്ളുടിക്കുക വ്യഭിചരിക്കാൻ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു പലിശന്റെ പൈസ വാങ്ങാണ്, അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഇതുപോലത്തെ ഒരു കാര്യത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വളരെ ശ്രദ്ധിക്കണം. ഇത്തരം ആളുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബാങ്ക് ജോലിക്കാർ ശ്രദ്ധിക്കണം. ബാങ്ക് ജോലിക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്നാണ് സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ബാങ്ക് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും, ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ മസാല പലപ്പോഴും പറഞ്ഞതാണ്, ഇവിടെ ഞാനിതിപ്പോൾ പറയുന്നില്ല. ബാങ്ക് ജോലിൻ്റെ മസാലയൊക്കെ മുമ്പ് പലപ്പോഴും പറഞ്ഞതാണ്, ഇപ്പോൾ പറയുന്നില്ല. ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമ്മളെ ചർച്ച, അത് പലിശയുടെ ചർച്ചയിൽ പറയാം, അല്ലെങ്കിൽ പലിശ എന്ന കേസറ്റ് പുറത്തുണ്ട്, ആ വിഷയം ഒന്ന് കേൾക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ നാഫിയായ ഇൽമ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ ഉദാഹരണം. അല്ലെങ്കിൽ അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഉപമപ്പെടുത്തി പറയാം, അള്ളാഹ് അങ്ങനെയാണ് എന്ന് പറയാം, അള്ളാഹ് അങ്ങനെയാണ് എന്ന് പറയാം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനോട് ഉപമപ്പെടുത്താൻ ഒരാളുമില്ല. അല്ലാഹു സുന്ദരനാണെന്ന് ഹബീബായ നബി. നല്ല രസമുള്ള ഒരു ഹദീസ. ഒരിക്കൽ ഹബീബായ നബി പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു വലിയ സുന്ദരനാണെന്ന് ഹബീബായ നബി. അപ്പോൾ സഹാബികൾ ഹസദു ഹൗലഹു, ഹബീബിന്റെ ചുറ്റുമാകെ തിങ്ങിക്കൂടിയിട്ട് പറഞ്ഞു, വമാ ജമാലുഹു, അല്ലാഹുവിന്റെ സൗന്ദര്യം എങ്ങനെയാണ് നബിയേ? ഫഖാല അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് സമമായി മറ്റാരുമില്ല, ഇതാണ് അവന്റെ സൗന്ദര്യമെന്ന് ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖാല ഇന്നല്ലാഹ ലാ യുറാ ഫിൽ ആഖിറതി ഫഹുവ മുർതദ്ദുൻ. അള്ളാഹനെ പരലോകത്ത് കാണപ്പെടുകയില്ല, മുഅ്മിനീങ്ങൾ കാണപ്പെടില്ല എന്ന് പറഞ്ഞാൽ അത് ഖാത്തിയായ അദില്ലത്ത് കൊണ്ട്, വളരെ പരസ്യമായ അദില്ലത്ത് കൊണ്ട്, ബോധ്യപ്പെട്ട കാര്യമായതുകൊണ്ട് അള്ളാഹുവിനെ ആരും കാണുകയില്ല. അല്ലെങ്കിൽ അള്ളാഹിനോട് മൂസ നബി വർത്താനം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പീടിയിലിരുന്ന് പറഞ്ഞു, അള്ളാഹിനോട് വർത്താനം പറയാം, ആരൊക്കെ കുറെ മുസ്ലിംമാർ വെറുതെ ഉണ്ടാക്കണുണ്ട് എന്ന് പറഞ്ഞു. മൂസ നബി അള്ളാഹിനോട് വർത്താനം അതൊക്കെ നടക്കണ കാര്യ, കുറച്ചൊക്കെ വെറുതെ മുസ്ലിംമാർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാ. അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണില്ല എന്ന് പറയാ. അല്ലെങ്കിൽ ലം യുകല്ലിമുല്ലാഹു മൂസാ തക്ലീമാ മാ കല്ലമല്ലാഹു മൂസാ തക്ലീമാ. അല്ലാഹു തആല മൂസ നബിയോട് വർത്താനം പറഞ്ഞിട്ടില്ല എന്ന് പറയാ. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ കാണപ്പെടുകയില്ല. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു തന്റെ അഖായിദുസ് സലഫിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തൊട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദീകരിക്കാം ഞാനില്ല. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തോടോ സിഫാത്തിനോടോ അഫ്ആലിനോടോ യോജിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുവിനെ കുറിച്ച് പറയാം. ഞാനതിൻ്റെ എസൻസ് മാത്രമാണ് പറയുന്നത്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ളത് കൊണ്ട് അവിടുന്ന് പോവുക, സമയം വളരെ പരിമിതമാണ്. മറ്റൊരു കാര്യം, ഖുർആനെ നിഷേധിക്കുക. എങ്ങനെ നിഷേധിക്കൽ? മൻ ഖാല ഇന്നൽ ഖുർആന നഖസ മിൻ ബഅദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഖുർആൻ ഇതിനേക്കാളുണ്ടായിരുന്നു.